സുരേഷ് ഗോപി ഇങ്ങനെ മാതാവിനെ ഒരു സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇതിന് സമാനമായൊരു കാര്യം നടന്നിരുന്നു. തമിഴ്നാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന അണ്ണാമലൈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പദയാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ, ഒരു മാതാവിൻ്റെ പള്ളിയിൽ ഒരു ഹാരം അണിയാൻ വേണ്ടിയിട്ട്, മാതാവിൻ്റെ രൂപത്തിൽ ഒരു ഹാരം അണിയുന്നതിന് വേണ്ടിയിട്ട് ആ പള്ളിയിലേക്ക് പോയി. പക്ഷേ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞ ശേഷം പറഞ്ഞു, നിങ്ങൾ അങ്ങ് BJPയുടെ പ്രതിനിധിയാണ്, BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, അല്ലെങ്കിൽ മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ BJP ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനോ ഈ ഹാരം സമർപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു തർക്കമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ ഹാരം സമർപ്പിക്കാൻ വേണ്ടി അനുവദിക്കേണ്ടതാണ്, കാരണം എനിക്ക് അത് വേറെ വിഷയം, അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് മണിപ്പൂരിൽ, അങ്ങനെയും അതിനൊരു പ്രശ്നമുണ്ട്. അതിൽ ഞാനിവിടെ വന്ന് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ മാതാവിനൊരു ഹാരം ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ അതിൽ നിന്നും തടയാൻ സാധിക്കും? നിങ്ങൾ എന്നെ ഇപ്പോൾ തടഞ്ഞാൽ ഞാൻ 10,000 പേരെയും കൊണ്ടുവരും, അതായത് ഞാൻ വലിയ ധരണയായിട്ട് വരും, ധരണയായിട്ട് ഇവിടെ വന്ന് ധരണയിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുകയും അവിടെ ഒരു സംഘർഷം ഉണ്ടാകുകയും ചെയ്തു. സത്യത്തിൽ അണ്ണാമലയുടെ പേരിൽ അവിടെ ഒരു കശപിശ ഉണ്ടായതിൻ്റെ പേരിൽ സ്റ്റാലിൻ നോക്കിയിരിക്കുകയായിരുന്നു. സ്റ്റാലിൻ കേസ് എടുത്തു, അണ്ണാമലയ്ക്കെതിരെ ഏതൊക്കെയോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുമാണ്. അവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണ് നടക്കുന്നത്. കേരളത്തിൽ നേരെ തിരിച്ചെന്ന് പറഞ്ഞത് സുരേഷ് ഗോപി നിർബന്ധപൂർവ്വം കയറി ചെന്ന് അനുവാദത്തോട് ചെയ്തതാണ് അദ്ദേഹം. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ അനുവാദം വാങ്ങാതെ കൊണ്ടുവന്നാലും ചിലപ്പോൾ ദേവാലയങ്ങൾ അത് സ്വീകരിക്കും, കാരണം സുരേഷ് ഗോപി നടൻ കൂടിയാണ്. അല്ല, ചിലയിടങ്ങളുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയാണെന്ന് തോന്നുന്നു, മറ്റേ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ NSSന്റെ ആസ്ഥാനത്ത് കയറി ചെന്നപ്പോൾ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ ചെന്നു എന്നുള്ളതുകൊണ്ട് ഈ സുകുമാരൻ നായരെ കാണാൻ വിസമ്മതിച്ചൊരു സംഭവം സുരേഷ് ഗോപിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ സംഭവം അനുവാദത്തോടെ മാത്രമേ ഏത് സ്ഥലത്ത് ആരാധനാലയമാണെങ്കിലും വീടാണെങ്കിലും ഇപ്പം പിന്നെ പ്രധാനമന്ത്രിക്ക് ടിറ്റോയുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പ്രധാനമന്ത്രി സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടിറ്റോയുടെ വീട്ടിൽ അറിയിച്ച് എനിക്ക് താങ്കളെ വീട്ടിൽ വന്ന് കാണാൻ താല്പര്യമുണ്ട്, താങ്കൾക്ക് സമ്മതമാണോ എന്ന് സമ്മതം ചോദിച്ചതിന് ശേഷമേ ടിറ്റോയുടെ വീട്ടിൽ വരാൻ പറ്റൂ. അല്ലാതെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞാൻ ടിറ്റോയുടെ വീട്ടിലൊക്കെ പാഞ്ഞു കയറി അങ്ങ് വരാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. അത് നിയമപരമല്ല. പ്രധാനമന്ത്രി എന്റെ സുഹൃത്താണെങ്കിൽ വരാം, അതൊക്കെ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് പരിചയമില്ലല്ലോ, ടിറ്റോയ്ക്ക് നേരിട്ട് പരിചയമില്ലെന്നാണ് എന്റെ വിചാരം. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ടിറ്റോയെ കാണാൻ, ടിറ്റോ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, മുൻകൂർ അറിയിച്ച് അനുമതി വാങ്ങിച്ചല്ല വരാൻ പറ്റൂ. അദ്ദേഹം വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിലോ, അതാണ് അത് ഇല്ലെങ്കിലോ അല്ല, ടിറ്റോയ്ക്ക് കാണാൻ സമ്മതമില്ല ഉണ്ടോ എന്നുള്ളത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു മീറ്റ് യു എന്നാണ് ടിറ്റോയുടെ സമീപനമെങ്കിലും അത് വന്നതിന് ശേഷമല്ലോ അറിയണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് താങ്കളോട് സംസാരിക്കാമോ, താങ്കൾക്ക് എന്നോട്, അങ്ങനെയാണല്ലോ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹ സമയത്ത് ആ മനയിൽ പോയെന്ന് പറഞ്ഞാൽ മുൻകൂർ അറിയിച്ചിട്ടാണ് പോകുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി വലിയ മനുഷ്യനായതുകൊണ്ട് ഈ മനയിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ അങ്ങനെ അനുവദിക്കത്തില്ല, ആര് ഈ മനയുടെ കാരണം അവർ അനുവദിക്കത്തില്ല എന്നതുപോലെ എവിടെയും അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. സുരേഷ് ഗോപി പള്ളിയുടെ കാര്യത്തിൽ അതത്ര ഒരു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ അതിന് മുൻകൂർ അനുമതി വാങ്ങണമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില ദേവാലയങ്ങളൊക്കെ എല്ലാ സമയത്തും തുറന്നു കിടക്കും. സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി ഒക്കെ ആയതുകൊണ്ട് വന്നാട്ടെ എന്നൊക്കെ കയറ്റുമായിരിക്കും. അല്ലാതെ ഇപ്പൊ ഞാനൊരു കിരീടം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്നെ അങ്ങോട്ട് കയറ്റും എന്നുള്ള വിശ്വാസം എനിക്കില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതാണ് അതിന് വ്യത്യാസമുണ്ട്. നമുക്ക് സുരേഷ് ഗോപി ഒരു നടൻ കൂടിയാണ്, അദ്ദേഹത്തെ നമുക്ക് പൊതുവെ ആളുകൾക്ക് അറിയാം, അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയാണ്. ആ രീതിയിലൊക്കെ ആളുകൾക്ക് അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും താല്പര്യവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുള്ളവരോട് പോലും വ്യക്തിപരമായി സുരേഷ് ഗോപി എന്ന ആളോട് താല്പര്യമുള്ള ആളുകളാണ്, സ്നേഹമുള്ള ആളുകളാണ്. പലപ്പോഴും ആൾക്കാർക്ക് താല്പര്യം, സിനിമാ നടന്മാരോട് പൊതുവെ താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ട്. താല്പര്യക്കുറവ് ആരോടും ഇല്ല. സിനിമാ നടനായിട്ട് സുരേഷ് ഗോപി ആൾക്കാർ കാണുന്നുള്ളൂ, അത് വേറൊരു കാര്യം. ഈ പറഞ്ഞ പോലെ എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളുടെ വഴി എളുപ്പമാക്കുന്ന ഒരു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകുന്നു അതിനെ നമുക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി കൊടുക്കുന്ന ചാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ വാർത്തകളാകുന്നു, അങ്ങനെ ആളുകൾ അറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു 5 ലക്ഷം രൂപ ചാരിറ്റി കൊടുക്കുന്നതായിരിക്കും ആളുകൾ അറിയുന്നത്. ഒരു പക്ഷേ അദ്ദേഹം നമ്മളിപ്പോൾ ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹം ചാരിറ്റികൾ കൊടുക്കുന്നുണ്ടെങ്കിലോ എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ ഈ പറഞ്ഞ 5 ലക്ഷം കൊടുക്കുമ്പോഴേ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ കൊടുത്ത ലോകം മൊത്തം അറിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്തായാലും അതങ്ങനെ അങ്ങനെ കിട്ടി, അങ്ങനെ വരുന്നുണ്ട് എന്ന് ആളുകൾ ഇങ്ങനെ തുടർച്ചയായി അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറയുന്നത് അത് നമുക്ക് വേറൊരു തരത്തിൽ പറയാം. സുരേഷ് ഗോപി സെലിബ്രിറ്റി ആയതുകൊണ്ടും കൂടെ അദ്ദേഹത്തിന്റെ ചാരിറ്റികൾ ജനം അറിയുന്നു എന്ന മട്ടിലും കാണാം. പക്ഷേ ഞാൻ പറയുന്നത് അതിലും ഒക്കെ എത്ര ഉയർന്ന തലത്തിൽ സെലിബ്രിറ്റിയാണ്
സച്ചിൻ ടെണ്ടുൽക്കർ. അതെ. അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ ആരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതേസമയം അദ്ദേഹം ചെയ്യുന്നു എന്ന വിവരങ്ങളുമുണ്ട്. ഞാൻ ഇതിനെ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എനിക്ക് തോന്നുന്നു അടുത്ത മാസം തന്നെ മിക്കവാറും വരാനാണ് സാധ്യത. ഫെബ്രുവരിയോടുകൂടി ഏതാണ്ട് മെയ്യോടുകൂടി തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി പുതിയ സർക്കാർ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ മത്സരത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് സുരേഷ് ഗോപി മത്സരിക്കും എന്നുള്ള കാര്യം 99.99% ഉറപ്പായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നൊരു 0.0 അല്ല, അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, അതല്ലെങ്കിൽ സുരേഷ് ഗോപി പെട്ടെന്ന് പറയുകയാണ് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പോട്ടെ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ഒരു പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു അദ്ദേഹം പറയാൻ പ്രചരണത്തിൽ ഇറങ്ങുന്നില്ലെങ്കിലും ഇത്രയും പണി ചെയ്തിട്ട് അവസാനം ഞാൻ എന്നൊക്കെ പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 99.99% സുരേഷ് ഗോപി തന്നെ ഷൂർട്ടി ഇല്ലല്ലോ. അതെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ തെരഞ്ഞെടുപ്പൊക്കെ കുറെ കൂടെ മുമ്പോട്ട് നീക്കി വെക്കുകയോ വല്ലതും ചെയ്താലോ നമുക്കറിയില്ലല്ലോ. സാഹചര്യം എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാൽ എന്തായാലും അങ്ങനെ തൃശ്ശൂർ ഇങ്ങനെ അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ തൃശ്ശൂർ ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് സുരേഷ് ഗോപി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.